ഹായ് നമസ്കാരം. പുതിയ ക്രോഷ്യ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു പാറ്റേൺ ചെയ്തിരുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ ആ പാറ്റേണിന് ഒരു ബോർഡർ കൊടുക്കാൻ പോവാണ്. ബോർഡർ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കാം. ഈ സിമ്പിൾ ബോർഡറാണ് ഞാൻ ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ബോർഡറിൽ ഞാൻ സൈഡ് സ്റ്റിച്ചൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമേ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിൻ ബോർഡർ ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമേ സിംഗിൾ ക്രോഷ്യ ഉള്ള സൈഡിൽ തൊട്ട് തുടങ്ങാം. ചെയിൻ 1, ആ ചെയിനിൽ ആ സ്റ്റിച്ചിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഓരോ ചെയിനിൽ ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചെയിൻ 1 സ്പേസ് ഉണ്ട്. അത് കറക്റ്റായിട്ട് ചെയിൻ നോക്കി തന്നെ സിംഗിൾ ക്രോഷ്യ ചെയ്യാം. സിംഗിൾ ക്രോഷ്യ ഉണ്ടായിരുന്ന സൈഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യയും ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യയും വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യയും ഡബിൾ ക്രോഷ്യയും സിംഗിൾ ക്രോഷ്യയും ഡബിൾ ക്രോഷ്യയും സിംഗിൾ ക്രോഷ്യയാണുള്ളത്. സിംഗിൾ ക്രോഷ്യയ്ക്ക് ഒരു സിംഗിൾ ക്രോഷ്യ അതിൻ്റെ സൈഡിലായിട്ട് ചെയ്യുക. ഡബിൾ ക്രോഷ്യയ്ക്ക് രണ്ട് സിംഗിൾ ക്രോഷ്യ സൈഡിലായിട്ട് ചെയ്യുക. ഇതിപ്പം ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യയുടെ സൈഡാണ്. അവിടെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. കോർണർ പോർഷനിൽ ചെയ്യുമ്പം 3 സിംഗിൾ ക്രോഷ്യ ആണെങ്കിൽ 3 സ്റ്റിച്ച് ആ കോർണറിൽ തന്നെ കോർണർ സ്റ്റിച്ചിൽ തന്നെ 3 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. അല്ലെങ്കിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയിൻ ഒരു സിംഗിൾ ക്രോഷ്യ, അത് 3 കൂടെ ഒറ്റ ചെയിനിൽ, അതായത് ഒരു സിംഗിൾ ക്രോഷ്യ ചെയിൻ വീണ്ടും ആ സ്റ്റിച്ചിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ. നമുക്ക് വളച്ച് പോകുമ്പം ഇവിടെ ഇങ്ങനെ കേർവി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാനിവിടെ ഇപ്പം 3 സിംഗിൾ ക്രോഷ്യാണ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരൊറ്റ കോർണർ സ്റ്റിച്ചിൽ തന്നെ 3 സിംഗിൾ ക്രോഷ്യ. ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യയാണ് ഗ്യാപ്പാണുള്ളത്. ഡബിൾ ക്രോഷ്യയുടെ ഗ്യാപ്പിൽ 2 സിംഗിൾ ക്രോഷ്യ. അടുപ്പിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യാൺ അണ്ടർ ചെയ്യാം. രണ്ട് സിംഗിൾ ക്രോഷ്യ, പിന്നെ ഇവിടെ ഒരു ഗ്യാപ്പ്, ഒരു സിംഗിൾ ക്രോഷ്യയുടെ ഗ്യാപ്പാണ്. അപ്പം ഒരു സിംഗിൾ ക്രോഷ്യ. ഇവിടെ ഡബിൾ ക്രോഷ്യയുടെ ഗ്യാപ്പാണ്, 2 സിംഗിൾ ക്രോഷ്യ. ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യയുടെ ഗ്യാപ്പുണ്ട്, അവിടെ ഒരു സിംഗിൾ ക്രോഷ്യ. ഇവിടെ 2 സിംഗിൾ ക്രോഷ്യ. ഇത് കോർണർ സൈഡാണ്, സിംഗിൾ ക്രോഷ്യ ഉള്ള സൈഡാണ്. ഇവിടെ 3 സിംഗിൾ ക്രോഷ്യ ചെയ്യാം.
ഇവിടെ എല്ലാം ഈ സൈഡ് മൊത്തം സാധാ പോലെ ഓരോ സ്റ്റിച്ച് നോക്കി സിംഗിൾ ക്രോഷേ ചെയ്താൽ മതി. ആ സൈഡ് കംപ്ലീറ്റ് ചെയ്തു. ഇനി കോർണറും കംപ്ലീറ്റ് ചെയ്തു. ഇനി വീണ്ടും ഈ സൈഡാണ്. ഡബിൾ ക്രോഷേ ഉള്ളിടത്ത് 2 സിംഗിൾ ക്രോഷേ, സിംഗിൾ ക്രോഷേ ഉള്ളിടത്ത് 1 സിംഗിൾ ക്രോഷേ. ഇതൊരു കോർണർ സൈഡാണ്. അവിടെ 2 സിംഗിൾ ക്രോഷേ ചെയ്തിട്ട് 3 സിംഗിൾ ക്രോഷേ ചെയ്യാം. എന്നിട്ട് ലാസ്റ്റ് ഒരു ചെയിൻ. നമ്മൾ കളർ മാറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് കളർ മാറ്റാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഗ്രീൻ ഞാൻ തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ നൂല് വെച്ച് തന്നെ ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ ഒരു ചെയിനുണ്ട്. ഒരു ചെയിനിൽ നിന്ന് തുടങ്ങുക. അടുത്ത സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് ഈ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത സ്റ്റിച്ചിൽ 3 ഡബിൾ ക്രോഷേ. ഈ ഒരൊറ്റ സ്റ്റിച്ചിൽ 3 ഡബിൾ ക്രോഷേ ചെയ്യാം. യാൺ അണ്ടർ ചെയ്യാം. ഇത് നൂല് കട്ടി കുറവാണ്, അതുകൊണ്ട് ഞാൻ യാൺ അണ്ടറാണ് ചെയ്യുന്നത്. മൂന്ന് ഡബിൾ ക്രോഷേ, ഒരു സ്റ്റിച്ച് വീണ്ടും സ്കിപ്പ് ചെയ്തിട്ട് തൊട്ടടുത്ത സ്റ്റിച്ചിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത് ഒരു ചെയിൻ ചെയ്യുന്ന കണക്ക് തന്നെ. ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തെ സ്റ്റിച്ചിൽ യാൺ ഇൻസേർട്ട് ചെയ്ത് യാൺ ഓവർ യാൺ അണ്ടർ ചെയ്തിട്ട് കൊണ്ടുവന്ന് ലൂപ്പിലുള്ള സ്റ്റിച്ചിൽ കൂടെ പുറത്തെടുക്കുക. ഒരു ചെയിൻ ചെയ്യുന്നത് പോലെ തന്നെ സ്ലിപ്പ് സ്റ്റിച്ച്. വീണ്ടും ഡബിൾ ക്രോഷേ ചെയ്യണം. ഒരു ചെയിൻ വിട്ടിട്ട് അടുത്ത ചെയിനിൽ 3 ഡബിൾ ക്രോഷേ. വീണ്ടും അടുത്ത സ്റ്റിച്ച് ഇട്ടിട്ട് തൊട്ടടുത്ത സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച്. അടുത്ത സ്റ്റിച്ച് ഇട്ടിട്ട് മൂന്നാമത്തെ സ്റ്റിച്ചിൽ 3 ഡബിൾ ക്രോഷേ.
ഇത് കണ്ടിന്യൂ ചെയ്യുക. കോർണറിലെത്തുമ്പോൾ ബാക്കി കാണിക്കും. ഇപ്പോൾ നമ്മൾ ഇത്രയായി. ഇപ്പോൾ കോർണറിലാണ് നിൽക്കുന്നത്. വീണ്ടും ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് അവിടെ ആദ്യം 2 ഡബിൾ ക്രോഷേ ചെയ്യാം. ഇവിടെ കോർണറിൽ 2 ഡബിൾ ക്രോഷയും 2 ചെയിനും, 2 ഡബിൾ ക്രോഷയും 2 ചെയിനും, വീണ്ടും 2 ഡബിൾ ക്രോഷയും 1 ചെയിനും ഒരു സ്റ്റിച്ചിൽ തന്നെ ചെയ്തിട്ടുണ്ട് കോർണർ സൈഡിൽ. അതുപോലെ ഇവിടെ 2 ഡബിൾ ക്രോഷേ ചെയ്യണം. എന്നിട്ട് 2 ചെയിൻ എടുക്കണം. വീണ്ടും അതേ സ്റ്റിച്ചിൽ തന്നെ 2 ഡബിൾ ക്രോഷേ ചെയ്യണം. ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട്, ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച്, വീണ്ടും ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തേൽ 3 ഡബിൾ ക്രോഷേ. സ്കിപ്പ് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. കോർണർ 2 ഡബിൾ ക്രോഷേ, 2 ചെയിൻ, 2 ഡബിൾ ക്രോഷേ, സെയിം സ്റ്റിച്ച്. ഒരു സ്കിപ്പ് സ്റ്റിച്ച്, സ്ലിപ്പ് സ്റ്റിച്ച്. ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് 2 ഡബിൾ ക്രോഷേ, 2 ചെയിൻ, 2 ഡബിൾ ക്രോഷേ ചെയ്തിട്ട് ലാസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റിച്ചിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു ചെയിനും എടുത്ത് കട്ട്. ഇതാണ് ബോർഡർ. ഈ ബോർഡർ നമുക്ക് സാരിക്കൊക്കെ കൊടുക്കാൻ പറ്റും. അടുത്തൊരു പാറ്റേൺ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് സർക്കിൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് പഠിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.